الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة رسول من الله يتلو صحفا مطهرة فيها كتب قيمة. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വന്ന വ്യക്തമായ തെളിവുകളെ, പ്രമാണങ്ങളെ ശരിയായി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, പൊതുവെ ആളുകളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു സംസാരമാണ് ഇവിടെ എല്ലാവരും ഒരു മതക്കാരനായി ഒരു മതം സ്വീകരിച്ച് ജീവിക്കുന്നത് അവൻ്റെ പിതാവ് ആ മതവും ആശയവും സ്വീകരിച്ചുകൊണ്ടാണ്. അതല്ലാതെ ആരും ഒരു മതത്തെക്കുറിച്ച് പഠിച്ചോ മനസ്സിലാക്കിയോ അല്ല ഒരു മതവിശ്വാസം സ്വീകരിക്കുന്നതെന്നാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോഴും മുസ്ലിങ്ങളെല്ലാവരും ഒരു മുസ്ലിം പിതാക്കളിൽ നിന്ന് വന്നവരാണ്. ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് അവൻ ഇസ്ലാമിക വിശ്വാസവും ആചാരവും കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നു എന്നാണ് പലപ്പോഴും പറയാറുള്ളത്. അപ്പോൾ ചിലപ്പോൾ കാര്യമായിട്ടൊന്നും മതത്തെക്കുറിച്ച് ബോധമില്ലാത്ത ആളുകൾ ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചിരിക്കാം, അങ്ങനെ തന്നെയല്ലേ, അത് ശരി തന്നെയല്ലേ? ശരിയാണോ സഹോദരങ്ങളെ? യഥാർത്ഥത്തിൽ അത് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് ഇസ്ലാം മതത്തിലാണോ? ബഹുദൈവ വിശ്വാസികളായ ഒരു സമൂഹത്തിലാണ് പ്രവാചകൻ ജനിക്കുന്നത്. 40-ാമത്തെ വയസ്സിലാണ് പ്രബോധനം ലഭിച്ച് വഹി ലഭിച്ച് ഇസ്ലാമിനെ സ്വീകരിക്കുന്നത്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് ഏകദേശം 1,00,000-ലധികം സഹാബാക്കൾ ഉണ്ട് എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. 1,14,000, 1,24,000, എന്തായാലും 1,00,000-ൽ പരം ശിഷ്യഗണങ്ങളുള്ള സന്ദർഭത്തിലാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയും. ഈ 1,00,000 ആളുകൾ എങ്ങനെ സ്വീകരിച്ചതാണ്? മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ചത് കൊണ്ട് സ്വീകരിച്ചതാണോ? അല്ല. അതിശക്തമായ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും അക്രമങ്ങളും ഉണ്ടായിട്ട് നാട് വിട്ടുപോകേണ്ട, വീട് വിട്ടുപോകേണ്ട സാഹചര്യങ്ങളിൽ ഇതൊരു സത്യമാണ് എന്ന് വ്യക്തമായ തെളിവ് കണ്ട് ബോധ്യപ്പെട്ടിട്ടാണ് അവരെല്ലാവരും ഇസ്ലാമിക വിശ്വാസങ്ങളെ സ്വീകരിച്ചത്. ഒന്നും കൂടെ വിശാലമായി ചിന്തിച്ചാൽ നമുക്കറിയാം, ഇന്നും ആളുകൾ സ്വീകരിക്കുന്നില്ലേ? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മറ്റെല്ലാ പശ്ചാത്തലങ്ങളും ജീവിത സൗകര്യങ്ങളുമുള്ള നല്ല ബുദ്ധിയും തൻ്റെടവുമുള്ള സെലിബ്രിറ്റികളായ ഏറ്റവും ഉയർന്ന നേതാക്കന്മാരും ഉന്നതന്മാരുമായ ആൾക്കാർ സ്വീകരിക്കുന്നുണ്ടല്ലോ. അവരാരും മുസ്ലിം
മാതാപിതാക്കൾക്ക് ജനിച്ചവരല്ല, ഒരുപക്ഷെ ഇസ്ലാമിക പശ്ചാത്തലങ്ങളിൽ ജീവിച്ചവർ പോലുമല്ല. പിന്നെന്താണ് അവർ സ്വീകരിക്കാൻ കാരണം? ഇസ്ലാമിനെ ഒരാൾ ഉൾക്കൊള്ളുന്നതും സ്വീകരിക്കുന്നതും അതിൻ്റെ യഥാർത്ഥമായ തെളിവുകൾ കണ്ടുകൊണ്ട് മാത്രമാണ്. ഇനി ഒരാൾ ഇസ്ലാമിൽ ജനിച്ചു, അയാൾ ഇസ്ലാമിക വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ശരിയായി പഠിച്ച് മനസ്സിലാക്കാതെയാണെങ്കിൽ അയാൾ മുസ്ലിം ആവും. അയാൾക്കൊരു മുസ്ലിം പേരുണ്ടാകാം, അയാൾ മുസ്ലിമാണെന്ന് പറയണമെങ്കിൽ അയാൾ ഇതൊക്കെ ശരിക്ക് പഠിച്ച് മനസ്സിലാക്കിയേ തന്നെ പറ്റുള്ളൂ. ഒന്നും കൂടെ വിശാലമായി ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മതപുരോഹിതന്മാർ മാത്രമല്ല വേദം പഠിക്കുന്നത്, ഖുർആൻ പഠിക്കുന്നത് മതപണ്ഡിതന്മാരും പുരോഹിതന്മാരും മാത്രമാണോ? എല്ലാ സാധാരണക്കാരനും എല്ലാ ബഹുജനങ്ങളും ഖുർആനും ഹദീസും ദീനീ പ്രമാണങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ അത്ര ആധികാരികമായി പഠിപ്പിക്കാൻ കാരണം? പൗരോഹിത്യത്തിന് മറച്ചു വെക്കാവുന്ന ചില കാര്യങ്ങൾ ഇതിലില്ല. ഇതെല്ലാവർക്കും സുതാര്യമായി മനസ്സിലാകുന്ന വ്യക്തമായ കാര്യമാണ്. ഒരുപക്ഷെ ഈ പറയുന്ന ആശയത്തെ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നതാണ് 98-ാമത്തെ അധ്യായം വിശുദ്ധ ഖുർആനിൽ അൽ ബയ്യിന. അൽ ബയ്യിന എന്നാണ് ആ സൂറത്തിൻ്റെ പേര്. എന്താ അൽ ബയ്യിന എന്ന് പറഞ്ഞാൽ? ദ ക്ലിയർ എവിഡൻസ് എന്നാണ്, വ്യക്തമായ തെളിവ് എന്നാണ്. വ്യക്തമായ തെളിവ് എന്ന് പറഞ്ഞൊരു സൂറത്ത് വിശുദ്ധ ഖുർആനിലുണ്ട്. എന്താണ് അവിടെ വ്യക്തമായ തെളിവ് എന്ന് പറഞ്ഞ് ഈ സൂറത്തിൽ, ഈ അധ്യായത്തിൽ എന്താണ് പറയുന്നത്? ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ മുൻഫക്കീന ഹത്താ തഅതിയകുമുൽ ബയ്യിന. വേദക്കാരിൽപ്പെട്ട അവിശ്വാസികളും, അതായത് ജൂത ക്രൈസ്തവരിൽപ്പെട്ട അവിശ്വാസികളും ബഹുദൈവ വിശ്വാസികളായിട്ടുള്ള മുശ്രിക്കുകളിൽപ്പെട്ട അവിശ്വാസികളും, ഈ രണ്ട് കൂട്ടരും യഥാർത്ഥമായ തെളിവ് കിട്ടിയതിന് ശേഷം മാത്രമാണ് ആ തെറ്റായ വിശ്വാസങ്ങളിൽ തുടർന്നതെന്നാണ്. അപ്പോൾ അവർ യഥാർത്ഥ തെളിവുകൾ ലഭിച്ചിട്ടും അവർ ആ സത്യം സ്വീകരിച്ചില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ശരിക്കും വ്യക്തമായ തെളിവ് പ്രവാചകൻ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടാണ് അവരാൾക്കാർ മുസ്ലിമായത്. ഇനി ആരെങ്കിലും ഇസ്ലാമിലേക്ക് വരാതിരുന്നിട്ടുണ്ടെങ്കിൽ മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന, വ്യക്തമായ തെളിവ് കിട്ടിയിട്ടാണ് അവർ വേറിട്ട് പോയത്. തെളിവ് കിട്ടാതെ വേറിട്ട് പോയതല്ല. അത്രമാത്രം പ്രാമാണികമായി ആധികാരികമായ ഒരു തെളിവാണ് അള്ളാഹുവിൻ്റെ റസൂലിലൂടെ വന്നു ചേർന്നതെന്നാണ്. എന്താണ് സുഹൃത്തുക്കളെ ആ തെളിവ്? ആ തെളിവ് എന്താണെന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. റസൂലും മിനല്ലാഹി യത്ലു സുഹുഫം മുതഹ്ഹറ ഫീഹാ കുതുബുൻ ഖയ്യിമ. റസൂലും മിനല്ലാഹ്, ഈ ബയ്യിനത്ത് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്നാണ് ഇബ്നു കസീറിനെ പോലെ പണ്ഡിതന്മാർ. തെളിവാണ് റസൂൽ. എങ്ങനെ പ്രവാചകൻ തെളിവാകാതിരിക്കും? അള്ളാഹിൻ്റെ അടുക്കൽ നിന്നുള്ളതാണ് ഈ സത്യം എന്നതിന് ഏറ്റവും വലിയ തെളിവ് പ്രവാചകനാണ്. കാരണം എന്താ അറിയോ? പ്രവാചകൻ ഈ സത്യം ആരോടാണോ പറയുന്നത് അവരെ കൂട്ടത്തിലല്ലേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. അത് 40 കൊല്ലം. ആ 40 കൊല്ലത്തിൽ അദ്ദേഹം ഒരു കളവ് പറഞ്ഞതായിട്ട് കൂടെ ജീവിച്ച സമൂഹത്തിനോ കുടുംബക്കാർക്കോ പറയാൻ പറ്റില്ല. അപ്പോൾ ജനങ്ങളോടൊരു കളവ് ജീവിതത്തിൽ പറയാത്ത പ്രവാചകൻ അള്ളാഹുവിനെ പറ്റി കളവ് പറയുമോ എന്നാണ് ചോദ്യം. അതുകൊണ്ട് മുഹമ്മദ് ഒരിക്കലും കളവ് പറയാത്ത ആളായതുകൊണ്ട് പറയുന്നത് സത്യമാണെന്ന് അവർക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല എന്നാണ്. അതുമാത്രമല്ല, അക്ഷരജ്ഞാനമില്ല. ഒരക്ഷരം പോലും വായിച്ചൊരു ഗ്രന്ഥം നോക്കി പഠിക്കാൻ റസൂലിന് പറ്റൂല. എന്നിട്ട് ലോകം ഇത്ര പുരോഗമിച്ചിട്ടും നിലനിൽക്കുന്ന ഒരു വിജ്ഞാനം ജനങ്ങളോട് പറയണമെങ്കിൽ ആ വിജ്ഞാനം ഒരു മനുഷ്യൻ്റേതാവാൻ പറ്റും. അതുകൊണ്ട് പ്രവാചകൻ പറയുന്നതൊന്നും പ്രവാചകൻ്റെ ആശയങ്ങളല്ല, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണെന്ന് ബോധ്യപ്പെടാനുള്ള കാരണമാണ്. പിന്നെ സുഹൃത്തുക്കളെ, എന്തിനാണ് ഞാൻ പ്രവാചകനാണെന്ന് പറയണത്? ഭൗതികമായ വല്ല നേട്ടങ്ങൾക്ക് വേണം. അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കളെ, ഈത്തപ്പനയുടെ പായയിൽ കിടന്ന് മരിക്കൂ? അവസാന നാളിൽ പോലും കടക്കാരനായി മരിക്കൂ? അവസാന നാളിൽ പോലും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല? ഈ മതം ഒരു മതത്തിൻ്റെ ആളായി അവതരിച്ച് ഭൗതിക നേട്ടങ്ങൾ നേടാനായിരുന്നുവെങ്കിൽ പ്രവാചകൻ അതൊക്കെ നേടിപ്പോണ്ടേ? അനുസരിച്ചാൽ ആരും സ്വീകരിക്കുന്ന ഉന്നതമായ ഒരു നാടിൻ്റെ അധികാര സ്ഥാനമുണ്ടായിട്ടും പ്രവാചകൻ ദാരിദ്ര്യത്തിലും പ്രയാസത്തിലുമാണ് തൻ്റെ അവസാന നാളുകൾ കഴിച്ചുകൂട്ടിയതെന്ന് പറയുമ്പോൾ ഭൗതികമായ ഒരു ലാഭത്തിന് വേണ്ടിയല്ല പ്രവാചകൻ വന്നത് എന്ന് ആ നാട്ടിർക്കും കൂടെ ജീവിച്ചവർക്കും മനസ്സിലാവുന്നതാണ്. മാത്രമല്ല, പ്രവാചകൻ പ്രവചിച്ച കാര്യങ്ങൾ എത്രമാത്രമെന്ന് ചോദിച്ചാൽ, യമനിലെ സെൻആയിൽ നിന്ന് ഒരാൾ അള്ളാഹുവേയും ചെന്നായെയും അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാത്ത രൂപത്തിൽ ഒരാൾക്ക് യാത്ര ചെയ്യാവുന്ന സുരക്ഷിതാവസ്ഥ. ചുരുക്കി പറഞ്ഞാൽ ലോകത്തെല്ലാ ഭവനങ്ങളിലും ഇസ്ലാം എത്തുന്ന ഒരു കാലം വരുന്നതാണ്. അതെന്ന് പറഞ്ഞതാ? ഏതാനും ചില അനുയായികൾ മാത്രം ചുറ്റുപാടുണ്ടാകുമ്പോൾ ലോകം മുഴുവൻ കിഴക്കും പടിഞ്ഞാറും ഈ ആശയമൊത്തുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്തുകൊണ്ടാണ്?
അള്ളാഹ് അറിയിച്ചു കൊടുത്തുകൊണ്ടാണ്. ആ പറഞ്ഞ പ്രവചനങ്ങളൊക്കെ വളരെ കൃത്യമായി പുലർന്നു. എന്തൊക്കെ അത്ഭുതങ്ങൾ! ചന്ദ്രൻ പുലർത്തിയ അത്ഭുതം അത് ആൾക്കാർ കണ്ടതാണ്. അങ്ങനെ കണ്ടൊരു വസ്തുത പറയുമ്പോൾ ആരെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പിന്നീട് നിഷേധിക്കണ്ടേ? ആ സത്യം ലോകം അംഗീകരിച്ച എന്തൊക്കെ അത്ഭുതങ്ങൾ! ഉഹുദ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലാണെന്ന് തോന്നുന്നുണ്ട്, പ്രവാചകൻ ഭക്ഷണമല്ല, ആയിരക്കണക്കിന് ആൾക്ക് ഭക്ഷണമല്ല, ഒരല്പം ഭക്ഷണം കൊണ്ടുവന്നു. പ്രവാചകൻ ആ ഭക്ഷണം അവർക്ക് നൽകിയപ്പോൾ ആ മുഴുവൻ ആളുകളും അതിൽ നിന്ന് കഴിച്ചു എന്നാണ്. അതായത് കൂടെ ജീവിച്ച ആളുകൾ മഹാത്ഭുതങ്ങൾ പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ ദർശിച്ചു. അതുകൊണ്ട് റസൂലും മിനല്ലാഹി യത്ലൂ സുഹ്ഫം മുതഹ്ഹറ, അള്ളാഹുവിൻ്റെ ദൂതൻ, അതാണ് ഏറ്റവും വലിയ ബയ്യിനത്ത്. മാത്രമല്ല മറ്റൊരു തെളിവും കൂടെ ഉണ്ട്. ഏതാണ്? യത്ലൂ സുഹ്ഫം മുതഹ്ഹറ, പരിശുദ്ധമായ ഏടുകൾ, പിശാച് സ്പർശിക്കാത്ത, മലിനപ്പെടാത്ത സംശുദ്ധമായ ഖുർആനിൻ്റെ വചനങ്ങൾ അവർക്ക് ഓതി കേൾപ്പിച്ചു. ഇനിയിപ്പോൾ ആ ഖുർആൻ ഏറ്റവും വലിയ തെളിവാണ്, ബയ്യിനത്താണ്. എങ്ങനെ ഖുർആൻ തെളിവാകുന്നത്? ഫീഹാ കുതുബുൻ ഖയ്യിമ, അതിൽ വക്രതയില്ലാത്ത രേഖകളുണ്ട്, ആശയങ്ങളുണ്ട്. സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ നിഷ്പക്ഷമായി ഒരാൾ വായിച്ചാൽ ഇതൊന്നും ഒരു മനുഷ്യന് സ്വന്തം നിലക്ക് 1400 കൊല്ലം മുമ്പ് പറയാൻ കഴിയൂല എന്നുള്ളത്. എല്ലാ സത്യങ്ങളും, ലോകത്തെന്തെല്ലാം ശരികളുണ്ടോ അതൊക്കെ ഖുർആനിലുണ്ട്. ഏതെല്ലാം വിമർശിക്കപ്പെടേണ്ട അസത്യങ്ങളുണ്ടോ അതിനോടെല്ലാം ഖുർആൻ പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെ പറയാൻ ഇന്നത്തെ ഈ മനസ്സിൽ നമ്മൾ കേൾക്കുമ്പോഴും അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സത്യമായി അവശേഷിക്കണമെങ്കിൽ കാലങ്ങളെ മുഴുവനും അതിജീവിക്കാൻ പറ്റുന്ന, എല്ലാ കാലങ്ങളെക്കുറിച്ചും അറിയുന്ന അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നായാലേ പറ്റുള്ളൂ. പിന്നെ വ്യക്തമായ തെളിവ് എന്തിനാണ്? തെളിവില്ലെങ്കിൽ നാളെ ഇത് സ്വീകരിക്കാതെ മരണപ്പെട്ട് അതിശക്തമായ ഭയാനകമായ നരകത്തെ കണ്ടുമുട്ടുമ്പോൾ ആൾക്കാർ പറയില്ലേ, ഇതൊക്കെ ബോധ്യപ്പെടാവുന്ന വല്ല തെളിവും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുമായിരുന്നു എന്നവർ പറയില്ലേ? അത് പറയാതിരിക്കാൻ ഒരു തെളിവായി ഖുർആൻ ഇവിടെ വേണം, പ്രവാചകന്റെ ജീവിതം ഇവിടെ വേണം. മാ ജാഅനാ ബശീറും വലാ നദീർ, ഞങ്ങൾക്കൊരു സന്തോഷ വാർത്ത അറിയിക്കുന്നവനോ താക്കീതുകാരനോ വന്നിട്ടില്ലെന്ന് അവർ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. പിന്നെ സത്യവും അസത്യവും വേർതിരിച്ചറിയാൻ തെളിവ് വേണ്ടേ? സത്യവും അസത്യവും വേർതിരിച്ചറിയാൻ തെളിവോ? ഒരു കാര്യം നമ്മൾ ആലോചിച്ച് നോക്കുക, നമുക്കിത് ശരിയാണെന്ന് 100% ബോധ്യപ്പെട്ടാൽ പിന്നെ സുഹൃത്തുക്കൾ ആരെന്ത് പറഞ്ഞാലും ഒരു കൺഫ്യൂഷനും നമുക്ക് ഉണ്ടാവില്ല. ആ എന്താ അറിയോ? ഫദാലികുമുല്ലാഹു റബ്ബുകുമുൽ ഹഖ് ഫമാദാ ബഅദൽ ഹഖ് ഇല്ലൽ ദലാൽ ഫഅന്നാ തുസ്റഫൂൻ ഫമാദാ ബഅദൽ ഹഖ് ഇല്ലൽ ദലാൽ. സത്യത്തിനപ്പുറത്ത് അസത്യമല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ്. അപ്പോൾ ഖുർആൻ സത്യമാണെന്ന് ഒരാൾക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ അതിൻ്റെ അപ്പുറത്ത് അസത്യങ്ങളേ ഉള്ളൂ. മറ്റതൊന്നും ശരിയല്ലെന്ന് വിശ്വസിക്കാൻ ഒരു സത്യം ബോധ്യപ്പെടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? പൂർണ്ണമായിട്ട് നമുക്ക് കഴിയുന്നതാണ്. ഒരു വേദന വന്നു, എന്തൊക്കെ സംശയം ഉണ്ടാവാം, എന്തുകൊണ്ടൊക്കെയാണ് ആ വേദന എന്ന് ആലോചിക്കാം. ഒരു സ്കാൻ ചെയ്തു, റിസൾട്ട് കിട്ടി, അത് ഇന്നതുകൊണ്ടാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു, പിന്നെ എല്ലാ സംശയവും നീങ്ങി, പിന്നെ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ? അത് തെളിയിക്കപ്പെട്ട പിന്നെ സംശയം ഉണ്ടാവില്ല. വ്യക്തമായി ബോധ്യപ്പെട്ട ഒരാൾക്ക് പിന്നീട് സംശയത്തിന് അവകാശമില്ല എന്നാണ്. അപ്പോൾ ശരിയായ മതത്തെ ശരിയായ രൂപത്തിൽ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനുള്ള വ്യക്തമായ പ്രമാണം അല്ല തന്നിട്ടുണ്ട്. ഇപ്പം ഞാനും നിങ്ങളൊക്കെ വിശുദ്ധ ഖുർആൻ ശരിക്ക് പഠിച്ച് ഉൾക്കൊണ്ട് തന്നെ പോകണം എന്നാണ്. പിന്നെ വേദത്തിൻ്റെ ആളുകൾ വ്യത്യസ്ത കക്ഷികളായി വേർതിരിഞ്ഞു. എന്തുകൊണ്ടാണ് സുഹൃത്തുക്കളെ? ഐക്യത്തിൽ പോകാൻ ആർക്കേ പറ്റുള്ളൂ? ഒരേ പ്രമാണം അംഗീകരിക്കുന്നവർക്കേ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ നിങ്ങളൊക്കെ മനസ്സിൽ ഒരേ വിശ്വാസമാണെങ്കിൽ ഞാനും നിങ്ങളൊക്കെ ഒന്നാണ് ചിന്തിക്കുക. ഒരേ ആശയമാണെങ്കിൽ നമ്മൾ ഒന്നാണ് ചിന്തിക്കുക. എന്താണ് വേദക്കാർക്ക് ഒന്ന് ചിന്തിക്കാൻ പറ്റാത്തത്? അവർ രൂപീകരിച്ച സത്യത്തിലാണ് നിലകൊള്ളുന്നത്. അത് ഓരോരുത്തർക്കും ഓരോ ശരിയായിക്കാരം. അള്ള പറഞ്ഞ ഒരേ ശരിയിലാകുമ്പോൾ ലോകത്തെ മനുഷ്യരെല്ലാവരും ഒന്നായിത്തീരും. വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ് ഇല്ലാ മിൻ ബഅദി മാ ജാഅതുഹുമുൽ ബയ്യിന. വ്യക്തമായ തെളിവ് കിട്ടിയതിന് ശേഷം മാത്രമാണ് വേദക്കാർ ഭിന്നിച്ചു പോയതെന്നാണ്. അപ്പോൾ വ്യക്തമായൊരു തെളിവ് ഇവിടെ ഉണ്ടായിട്ട് അത് സ്വീകരിക്കുകയാണെങ്കിൽ ലോകത്തെ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ എല്ലാ സത്യവേദങ്ങളും അംഗീകരിച്ച യഥാർത്ഥമായൊരു സത്യം തന്നെയുള്ളൂ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതവർക്ക് സ്വീകരിക്കാവുന്ന സത്യമായിരുന്നു. പക്ഷേ അവരത് സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നാണ്. അള്ളാഹനെ മാത്രം ആരാധിക്കണം. ഖുൽ തആലൗ ഇലാ കലിമത്തിൻ, ഒരു വചനത്തിലേക്ക് നിങ്ങൾ എല്ലാവരും വരും. പടച്ചോനെ മാത്രം ആരാധിക്കുക എന്ന് നമ്മൾ പറയാം. അപ്പോൾ എല്ലാവർക്കും യോജിക്കാൻ പറ്റൂലേ? അടിസ്ഥാനപരമായി കൽപ്പിക്കപ്പെട്ട മൂല്യങ്ങളും നിയമങ്ങളൊക്കെ ഒന്നാണ്. എന്താണ് സുഹൃത്തുക്കളെ ഈ മതത്തിൻ്റെ അടിസ്ഥാനപരമായ കാതൽ എന്താണ്? ഈ വ്യക്തമായ തെളിവിലൂടെ പഠിപ്പിക്കപ്പെട്ട ഈ മതത്തിൻ്റെ കാതൽ എന്താണ്? വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ്സലാത്ത വയുഅ്തുസ്സകാത്ത ദാലിക ദീനുൽ ഖയ്യിമ. ഒന്ന്,
നിഷ്കളങ്കമായി ആത്മാർത്ഥമായി അള്ളാഹനെ മാത്രം ആരാധിക്കാം. ഇത് ലോകത്തെല്ലാവരും പറഞ്ഞ കാര്യമാണ്. തൗഹീദിൽ വ്യക്തതയില്ലാത്ത, ഏകദൈവ വിശ്വാസത്തിൽ വ്യക്തതയില്ലാത്ത, കണിശതയില്ലാത്ത ഒരാളും ശരിയിലല്ല ജീവിക്കണം. അയാളെ രൂപവും കോലും ആരാധനകളും ചിട്ടകളും ഒക്കെ കാണുമ്പോൾ ഉഷാറാണല്ലോ നമുക്ക് തോന്നും. പക്ഷെ ഉള്ളിൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ചുള്ള ശരിയായ തൗഹീദിൻ്റെ കാഴ്ചപ്പാടില്ലാത്ത ഒരാളും ശരിയിലല്ല. അള്ളാഹനെ ആരാധിച്ചാൽ പോരാ, അല്ലാത്ത ഒന്നിനെയും ആരാധിക്കാതിരിക്കണം. അതാണ് വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, നിഷ്കളങ്കമായി അല്ലാഹ്. അതാണ് ഈ മതത്തിൻ്റെ അടിസ്ഥാന തത്വം. അതിൽ വീഴ്ച പറ്റുന്നവൻ മറ്റെന്തു ശരികൾ സ്വീകരിച്ചാലും അവൻ ശരിയിലോ സത്യത്തിലോ അല്ല. ഋജു മനസ്കനായിക്കൊണ്ട് നേർക്കുനേരെ. പിന്നെ വയുഖീമുസ്സലാത്ത വയുത്തുസ്സകാത്ത്, രണ്ട് കാര്യം അള്ളാഹ് എടുത്തു പറഞ്ഞോളൂ. നോമ്പുണ്ടല്ലോ, ഹജ്ജുണ്ടല്ലോ, രണ്ട് കാര്യം. ഏതാ? ഒന്ന് നിസ്കാരം, ഒന്ന് സക്കാത്ത്. ഇമാം നാസിർ സയ്യിദ് റഹ്മത്തുള്ളാഹി പറഞ്ഞു, നിസ്കാരവും സക്കാത്തും ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനകളായതുകൊണ്ട് മാത്രമല്ല അള്ളാഹു അതിനെ എടുത്തു പറഞ്ഞത്. മൻ ഖാമ ബിഹിമാ ഖാമ ബിജമീഇ ശറാഇദ്ദീൻ. അത് ശരിക്ക് കൊണ്ടടക്കണം, ദീൻ മുഴുവൻ കൊണ്ടടക്കുന്നുണ്ടാവുന്നു. അത് രണ്ടും ശരിക്ക് നിർവഹിക്കലാണ്. നിസ്കാരം വക്തിന് കൃത്യമായി ചെയ്യാൻ കണിശതുള്ള ഒരാൾ ബാക്കിയൊക്കെ ചെയ്യുന്നുണ്ടാവും. സക്കാത്ത് കൊടുക്കാൻ തൻ്റെ സമ്പത്ത് കണക്കാക്കിയിട്ട് അതിൻ്റെ ഒരു വിഹിതം മറ്റുള്ളവന് കൊടുക്കാൻ അവൻ്റെ മനസ്സ് വഴങ്ങുന്നുണ്ടെങ്കിൽ അവന് വഴങ്ങാത്ത ഒരു നന്മയും ഇസ്ലാമിലില്ല എന്നാണ്. അതുകൊണ്ടാണ് ആ രണ്ട് കാര്യവും പ്രത്യേകം എടുത്തു പറയാൻ. അത് രണ്ടുണ്ടെങ്കിൽ ബാക്കി ഉണ്ടാവുന്നതാണ്. എന്നാൽ സക്കാത്ത് നിസ്കരിക്കുന്ന പല ആൾക്കാരും സക്കാത്ത് കൊടുക്കണില്ല. നിസ്കരിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്, പക്ഷെ അവർ സക്കാത്ത് കൊടുക്കണില്ല. അവർക്കിപ്പോഴും സക്കാത്തിൻ്റെ കണക്ക് മനസ്സിലായിട്ടില്ല. എന്താ കാര്യം? ആ മനസ്സ് അവർക്കില്ല. ആ മനസ്സ് അവർക്കില്ലെങ്കിൽ അവർ സക്കാത്ത് മാത്രമല്ല കൊടുക്കാത്തത്, അവർക്ക് ത്യാഗം വരുന്ന, പ്രയാസം വരുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അവർ വിട്ടു നിൽക്കുന്നുണ്ടായിരിക്കുമെന്നാണ്. ഇങ്ങനെ ദീൻ കൊണ്ടുനടക്കുകയാണെങ്കിൽ ദാലിക ദീനുൽ ഖയ്യിമ, ദാലിക ദീനുൽ ഖയ്യിമ, അതാണ് വക്രതയില്ലാത്ത മതം. അതെന്താ സുഹൃത്തുക്കളെ വക്രതയില്ലാത്ത മതം? ആ മതം നേർക്കുനേരെ സ്വർഗത്തിലേക്ക് എത്തുന്ന മതമാണ്. ആ മതം നേർക്കുനേരെ അള്ളാഹുവിലേക്ക് എത്തുന്ന മതമാണ്. ശരിയായ ഏകദൈവ വിശ്വാസവും നമസ്കാരവും സക്കാത്തും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് നേരെ പോണത് അള്ളാഹിൻ്റെ അടുത്ത് കേൾക്കാറത് ഇഖ്ലാസായിരിക്കുന്ന. എന്നിട്ട് അള്ളാഹു മൊത്തം അവൻ്റെ സൃഷ്ടികളെ രണ്ടായി പരിചയപ്പെടുത്താൻ. ആരാ രണ്ട്? ഒന്ന് വ്യക്തമായ തെളിവുകൾക്കനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താൻ, മറ്റൊന്നും തടസ്സമില്ലാത്ത ആൾക്കാർ. എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിൽ, തൻ്റെ കുടുംബം എതിരായാലും നാടെതിരായാലും സമൂഹമെതിരായാലും താൻ ഉൾക്കൊണ്ട ഒരു ശരിക്കു വേണ്ടി നിലകൊള്ളുമെന്ന കണിശതയുള്ള ഖൈറുൽ ബരിയ, സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ. വ്യക്തമായ തെളിവ് കിട്ടിയിട്ടും അത് സ്വീകരിക്കാതെ അതിൽ നിന്ന് മാറി നടക്കുന്ന ആളുകൾ ഈ രണ്ട് കൂട്ടരാണ്. ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ ഉലൈക ഹും ശർറുൽ ബരിയ. നിഷേധികളായ ആളുകൾ, വേദക്കാരിലും മുശ്രിക്കുകളിൽപ്പെട്ട അവിശ്വാസികളായ ആളുകൾ, അവർക്ക് നാറു ജഹന്നം, നരകമുണ്ട്. ഖാലിദീന ഫീഹ, അവരതിൽ ശാശ്വതരായിരിക്കും. ഉലൈക ഹും ശർറുൽ ബരിയ, അവരാണ് സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ. എന്താണ് അവർ ഏറ്റവും മോശപ്പെട്ട ആളുകളാകാൻ കാരണം? ലിഅന്നഹും അറഫുൽ ഹഖ്, അവർക്ക് സത്യം മനസ്സിലായി. വതറകൂഹു, അവരത് ഉപേക്ഷിച്ചു. അതുകൊണ്ട് അവർക്ക് എന്താ ഉണ്ടായത് സുഹൃത്തുക്കളെ? ദീന് കൊണ്ടുനടന്നാൽ പരലോകത്ത് നരകത്തിന് രക്ഷപ്പെടലും മാത്രമല്ല വഹസിറു ദുനിയ വൽ ആഖിറ, അവർക്ക് ദുനിയാവും ആഖിറവും പോയി എന്നാണ്. ശരിക്ക് ദീൻ ഉൾക്കൊണ്ടാൽ ദുനിയാവും കിട്ടും, പരലോകവും കിട്ടും. അതാണ് ദീൻ്റെ പ്രത്യേകത. അത് രണ്ടും വ്യക്തമായ തെളിവ് കിട്ടിയിട്ടും അവരുപേക്ഷിച്ചു. അവരുടെ പുരോഹിതന്മാരും ആളുകളൊക്കെ ചില്ലറ നേട്ടങ്ങൾക്കും ലാഭങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങി അവർ സത്യത്തിന് മാറി. അവർ ശർറുൽ ബരിയ, സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ. എന്നാൽ ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത് ഉലൈക ഹും ഖൈറുൽ ബരിയ, എന്നാൽ വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായ സൃഷ്ടികളാകുന്നു എന്നാണ്. അവർക്കെന്താ സുഹൃത്തുക്കളുടെ പ്രത്യേകത? ലിഅന്നഹും അബദുല്ലാ, അവർ അള്ളാഹുവിനെ ആരാധിച്ചു. വഅറഫൂഹു, അള്ളാഹിനെ മനസ്സിലാക്കി. വഫാസു ബിനഈമി ദുനിയ വൽ ആഖിറ, ഇഹലോകത്തെയും പരലോകത്തെയും അനുഗ്രഹങ്ങളെ കൊണ്ട് അവർ വിജയിച്ചു. ഇവിടെ സമാധാനമുള്ള ജീവിതം, നാളെ പരലോകത്തും സമാധാനമുള്ള ജീവിതം അവർക്ക് കിട്ടുന്നതാണ്. എന്താണ് അവർക്ക് പ്രതിഫലം? ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാതു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദ.
താഴ്വാരത്തിലൂടെ നദികൾ ഒഴുകുന്ന സ്വർഗത്തോട്ടങ്ങൾ അവർക്കുണ്ട് എന്നാണ്. ജന്നാത്തു അതെന്ന് പറഞ്ഞാൽ എന്താ? സ്ഥിരവാസത്തിൻ്റെ തോട്ടം. സ്ഥിരവാസത്തിൻ്റെ തോട്ടം എന്ന് പറഞ്ഞാൽ സ്വർഗത്ത് ചെന്ന ഒരാൾ ആ സ്വർഗത്തു നിന്നൊന്ന് പുറത്തു പോകാൻ ആഗ്രഹിക്കൂല എന്നാണ്. ആ സ്വർഗത്തു നിന്നൊന്ന് മാറിക്കാൻ നമ്മൾ സ്വന്തം ഇഷ്ടപ്പെട്ട വീട്ടിൽ നിന്നും കൂടി ഒന്ന് പുറത്തിറങ്ങാൻ ആഗ്രഹിക്കൂല. നമ്മൾ സ്വർഗത്തു നിന്ന് ഒരാൾക്ക് പോകാൻ, അതാണ് സ്ഥിരവാസം. രണ്ടാമത്തത്, ആ സ്വർഗത്തു നിന്ന് എങ്ങോട്ടും യാത്ര പോകാൻ ആഗ്രഹിക്കൂല എന്നാണ്. കാരണം അതിനേക്കാളും ഉത്തമമായ മറ്റൊരു സ്ഥലമല്ല. രണ്ടാമത്തൊരു കാര്യം, ആ സ്വർഗത്തെക്കാളും ശ്രേഷ്ഠമായ ഒരിടം അവരാഗ്രഹിക്കയില്ല എന്നാണ്. എന്തിൽ നമ്മൾ നിൽക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ആഗ്രഹിക്കൂലേ? എന്നാൽ സ്വർഗത്തിൽ നിൽക്കുന്ന ഒരാൾ അതിൻ്റെ അപ്പുറത്തേക്ക് ആഗ്രഹിക്കൂല. അതാണ് ആ ജന്നാത്തു അദിൻ എന്ന് പറഞ്ഞത്. അതിലവർ ശാശ്വതരായിരിക്കുന്നതാണ്. അതുമാത്രല്ല, എന്നെന്നും റളിയല്ലാഹു അൻഹും വറളൂ അൻഹു ദാലിക ലിമൻ ഖശിയ റബ്ബ. മാത്രല്ല, അവരെ അല്ലാഹു തൃപ്തിപ്പെട്ടു, അള്ളാഹുവിനെ അവരും തൃപ്തിപ്പെട്ടു. ഇതാർക്കാ കിട്ടുക? തൻ്റെ രക്ഷിതാവിനെ ഭയപ്പെടുന്ന ആളുകൾ. അള്ളാഹുവിനെ ഭയപ്പെട്ട് അവനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കാണ് അള്ളാഹുവിൻ്റെ ഈ സ്വർഗവും അനുഗ്രഹവും തൃപ്തിയും ലഭിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊക്കെ സ്വീകരിച്ച് ആർക്കെങ്കിലും ബോധ്യപ്പെടാൻ വാക്കുണ്ടെങ്കിൽ തെളിവ് പഠിച്ചത് ബോധ്യപ്പെട്ട് വിശ്വസിക്കലാണ് ഇസ്ലാം. അങ്ങനെ വിശ്വസിക്കുന്ന വിശ്വാസം മാത്രമേ അത് സ്വീകരിക്കുള്ളൂ. അവർ മാത്രമേ ശരിയായ വക്രതയില്ലാത്ത മാർഗത്തിലുള്ളൂ. ശരിയായ തൗഹീദിനെ പാലിച്ച് ഏകദൈവ വിശ്വാസം സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്ന അടിമകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ തൃപ്തി സ്വർഗത്തെക്കാളും വലുതാണെന്നാണ് പറഞ്ഞത്. സ്വർഗത്തെക്കാളും നമ്മൾ ആഗ്രഹിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം, അള്ളാഹുവിൻ്റെ തൃപ്തി എന്നാണ്. അത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ആശയമാണത്. റിളുവാനും മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള തൃപ്തി എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ, വരിളുവാനും മിനല്ലാഹി അക്ബർ, അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് ഏറ്റവും വലുത്. അള്ളാഹിൻ്റെ ഇഷ്ടം കിട്ടുക, അള്ളാഹിൻ്റെ ഇഷ്ടം കിട്ടാനുള്ള മാർഗ്ഗം ഒന്ന് മാതാപിതാക്കളെക്ക് പുണ്യം ചെയ്യുക എന്നുള്ളതാണ്. വാപ്പാനിമ്മാർക്കും പുണ്യം ചെയ്യുക എന്നുള്ളതാണ്. വാപ്പാനിമ്മാനൊക്കെ വയസ്സായ വലിച്ച് പുറത്ത് കിട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മാതാപിതാക്കൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും റിള റബ്ബി ഫി റിളൽ വാലിദി, അള്ളാഹിൻ്റെ തൃപ്തി കിട്ടാനൊരു മാർഗ്ഗമാണ് മാതാപിതാക്കൾ തൃപ്തിപ്പെടുക എന്നുള്ളത്. എന്തിന് സുഹൃത്തുക്കൾ, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് അൽഹംദുലില്ലാ പറഞ്ഞാൽ അള്ളാഹിന് തൃപ്തി കിട്ടും. പിന്നെ അല്ലാഹു ല യർളാനിൽ അബ്ദു അൻ യഅകുലൽ അക്ല ഫയഹ്മദുഹു അലൈഹ ഔ യശ്റബ ശുർബ, എന്തെങ്കിലും ഒന്ന് കുടിച്ചു എന്നിട്ട് ഫയഹ്മദുഹു അലൈഹ, എന്നിട്ടൊന്ന് അൽഹംദുലില്ലാ പറഞ്ഞാൽ, ഒരു തുള്ളി വെള്ളം തന്നതിന് അള്ളാഹ്ക്ക് മനസ്സറിഞ്ഞൊരു നന്ദി പറഞ്ഞാൽ അള്ളാഹ് തൃപ്തിപ്പെടുന്നതാണ്. പരീക്ഷണങ്ങൾ ക്ഷമിക്കാം. ഇന്ന ഇളമൽ ജസാ മഅ ഇളമിൽ ബലാ, വലിയ പരീക്ഷണങ്ങൾ വരുമ്പോൾ വലിയ ക്ഷമ ക്ഷമിക്കുക. അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഫമൻ റളിയ ഫലഹു റിള, ആരെങ്കിലും തൻ്റെ കഠിന പരീക്ഷണങ്ങളെ തൃപ്തിപ്പെടുകയാണെങ്കിൽ, പടച്ചോനെ എന്ത് തന്നാലും പടച്ചോനോടൊരു ദേഷ്യം തോന്നാതിരിക്കുകയാണെങ്കിൽ അള്ളാഹു അവനെയും തൃപ്തിപ്പെടുമെന്നാണ്. ധാരാളം കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതും നിസ്കാരം, നോമ്പും തൗഹീദൊക്കെ ശരിക്കുണ്ടെങ്കിൽ റളിയല്ലാഹു അൻഹു വറളു അൻഹു, അള്ളാഹു അവരെ തൃപ്തിപ്പെടുന്നതാണ്. അള്ളാഹു തൃപ്തിപ്പെടുന്ന അമലുകൾ ചെയ്യാനും പ്രവർത്തനങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളിൽ നിന്ന് വന്നു പോയ തെറ്റുകളെ, കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണം. എല്ലാ ജീവിത പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങൾ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാൻ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗം അനുഭവിക്കുന്ന ആളുകൾക്ക് രോഗശമനത്തെ പ്രദാനം ചെയ്യണമെന്നത്. ഞങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറുകളെ നീ വിശാലമാക്കണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار الحمد لله رب العالمين اللهم صل